Cheers. അടിപൊളി. ടച്ചിങ്സ് ഒന്നും ഇല്ലടേ. ഞാൻ വോട്ടിയാണ് അടിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ മാജിക് മൊമെന്റ് ആണെന്ന് ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. അതെ, ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് മാജിക് മൊമെന്റ് ആണ്. സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ. ചേച്ചി ബിഗ് ബോസിൽ പോയത് വിധവകളെ റെപ്രസെന്റ് ചെയ്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മദ്യപിക്കണമെന്ന മെസ്സേജ് ആണോ നിങ്ങൾ സമൂഹത്തിന്? ഒരിക്കലും മദ്യപിക്കണമെന്ന മെസ്സേജ് സമൂഹത്തിന് കൊടുത്തിട്ടില്ല. എന്റെ പേഴ്സണൽ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പേഴ്സണൽ കാര്യം പറഞ്ഞു. അത് വിധവകളെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ മദ്യപിക്കുവാന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. യൂട്യൂബിൽ ഹനാൻ എന്ന് പറയുന്ന ഒരാള് ചേച്ചിയെ കുറിച്ചിട്ട് പല കാര്യങ്ങൾ പറയുന്നത്, ഈ അബോഷൻ ചെയ്തു പല കാര്യങ്ങൾ. അപ്പൊ അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അല്ല, അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ ഇവർക്ക് എന്താണ് പ്രശ്നം? എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അല്ല എന്റെ മക്കളെ ബാധിക്കുന്ന കാര്യമല്ല, എന്റെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമല്ല, സുധിച്ചേട്ടന്റെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ ആർക്കാന്നേ? അല്ല, ഇവർ കൊണ്ടുവരട്ടെ, ആ 21 വയസ്സുകാരനെ ഇവർ കൊണ്ടുവരട്ടെ. ഒരാൾ വേണമല്ലോ. അല്ലെങ്കിൽ എനിക്ക് ആ 21 വയസ്സുകാരനെ അറിയാമെന്നല്ലേ ഇവർ പറയുന്നത്. സൗകര്യമില്ല. ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ വിവാദം നടക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അവർക്കേ അറിയത്തില്ല. എനിക്കതിനെ പറ്റി ഒന്നും പറയാം. ക്രിസ്മസിന് രേണുസുതി കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വല്ലപ്പോഴും കഴിക്കും, ക്രിസ്മസിനൊക്കെ കഴിക്കും. അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് മാജിക് മൊമെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ് അത് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു ഒരാൾ തികഞ്ഞ മദ്യപാനിയാകും? എനിക്കറിയില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല. കാരണം എന്നെ അറിയാവുന്നവർക്കറിയാം എന്താണ് ഞാൻ. രേണു ചേച്ചി തികഞ്ഞ ഒരു മദ്യപാനിയാണെന്ന് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ച് രേണുസുതി വഴിയിൽ കിടന്നു. അങ്ങനെ വല്ലതും സംഭവിച്ചായിരുന്നു? കഴിഞ്ഞില്ലേ? ആ ഒരു വിവാദം കഴിഞ്ഞു. കുറെ വ്ളോഗർമാരിട്ട് അലക്കുവാണ്. രേണുസുതിയുടെ പപ്പ അടിക്കുന്നത് കൂറ ബ്രാൻഡ്, രേണുസുതി വലിയ ലക്ഷറി ബ്രാൻഡ്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിർത്തിയതാണ് പപ്പ മദ്യം. എത്ര വർഷം മുമ്പിലായിരിക്കും പപ്പ ഇത് നിർത്തിയത്? ഇപ്പൊ ഇവനൊക്കെ ഈ പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമാണ്? അവരുടെ ഉദ്ദേശം റീച്ചാണ്. ഈ ബിഷപ്പായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി? രേണുസുതിയുടെ ഒക്കെ വീട്ടിൽ ആൾക്കാർ വരുന്നതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു ബിഷപ്പിന് ശല്യമാണ്. ഞാൻ ഷഫീന ബീവി എന്ന് പറയുന്ന പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഇതിട്ടല്ലോ. എന്താ അതിന്റെ അർത്ഥം? ബിഷപ്പിന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? മോളെ, ഒരു പ്രശ്നമില്ല. ഞാൻ ഒരിക്കലും ഒരു വ്ളോഗേഴ്സിനോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. രേണുസുതിയെ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നേ ഇല്ല. നേരത്തെയൊക്കെ കുറെ കുറ്റപ്പെടുത്തിയായിരുന്നു. അപ്പൊ ഇപ്പോഴും ഓരോ വ്ളോഗർമാർ എന്നോട് ചോദിക്കാറുണ്ട്, രേണുസുതിയെ കുറ്റം പറയാൻ ഫാദർ വരുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരു ഇതിനുമില്ല എന്നാണ് അദ്ദേഹം, ആ പിതാവ്, എൻ്റെ ചേച്ചിയോട് ഫോണിൽ സംസാരിച്ചത്. ഈ ചില ആളുകൾ കാണിക്കുന്ന ചെറ്റത്തരവും തന്നെ പറയാം. പേഴ്സണൽ വോയിസ് എടുത്തിട്ട് യൂട്യൂബിൽ ഇടുക, പബ്ലിക് ആക്കുക. അങ്ങനത്തെ ചെറ്റത്തരം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിത് പബ്ലിക് ആക്കുന്നുമില്ല. എൻ്റെ ഫോണിനകത്ത് റെക്കോർഡ് അദ്ദേഹം പറഞ്ഞത് ഞാനിത് പബ്ലിക് ആക്കുന്നു. പുള്ളിക്കാരി ഒരു താത്തയാണേ. പുള്ളിക്കാരി ഞാൻ പറഞ്ഞു മടുത്ത്. എനിക്കിനി അവര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ റിപ്ലൈ കൊടുക്കും. കുരയ്ക്കുന്ന ഇങ്ങനെ പട്ടികൾ, നമ്മൾ നടന്നു പോകുമ്പോൾ കുറെ പട്ടികൾ കുരയ്ക്കും. നമുക്ക് നേരെ കുറെ പട്ടികൾ കുരച്ചു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് കല്ലെറിഞ്ഞ് ഓടിക്കും, അത് പോകത്തില്ല. പിന്നെ ഒന്ന് പേടിപ്പിക്കും, പോകത്തില്ല. പിന്നെ നമ്മൾ ഓർക്കും എന്തെങ്കിലും കാണിക്കട്ടെ, കുറച്ചുകൊണ്ട് അവിടെ ഇരിക്കണം, നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയാൽ പോരെ. മാജിക് മൊമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് രേണുസുതിയെ എടുക്കുവാന്ന് സന്തോഷമുള്ള എനിക്ക്. അത്രയും വലിയൊരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് എടുത്താൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. രേണു എവിടെ ഉണ്ടോ അവിടെ ഉണ്ട് വിവാദം. കേരളത്തിൽ ഒരു പുതിയ വ്ളോഗർ അല്ലെങ്കിൽ പുതിയ ഒരാൾ ഫേമസ് ആകണമെങ്കിൽ, അല്ലെ റീച്ച് കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ള രേണുസുതിയെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, 2 ചീത്ത പറയുക, അവിഹിതം പറയുക. രേണുസുതി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് 2 ചീത്ത പറഞ്ഞ് രേണുസുതി എത്രത്തോളം തരം താഴ്ത്താവോ അത്രത്തോളം തരം താഴ്ത്തി അവർക്ക് റീച്ചാണ്. ഞാൻ എന്തിന് തല ഉയർത്തി നടക്കുന്നു? ഞാൻ എന്തിന് വലിയ സെലിബ്രേറ്റ് ചെയ്യുക? അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ കയറി ഞാൻ എന്തിന് സെലിബ്രേറ്റ് ചെയ്യാവുന്നു? ഞാൻ എന്തിന് ഈ 10-15 ആൽബം അഭിനയിക്കുന്നു? ഞാൻ എന്തിന് ബഹ്റൈനിൽ പോകുന്നു? ഞാൻ എന്തിന് ദുബായിൽ പോകുന്നു? ഇതൊക്കെ ആയിരിക്കും ഇവരുടെ കുഴപ്പം. ഞാൻ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവരെന്നെ സ്നേഹിക്കും. നമ്മുടെ കൂടെ നിന്നിട്ട് ഈ കാല് വരുന്നല്ലേ തിരിഞ്ഞു നിന്ന്. ഇപ്പം ഈ പറഞ്ഞ പുള്ളിക്കാരിയാണേലും ഇവരൊക്കെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ കുത്തിയിരുന്നു. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം വണ്ണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നും എൻ്റെ ഹോട്ട് സീറ്റിൽ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്ന എൻ്റെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ്, എനിക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ചേച്ചി രേണുസുതി. ചേച്ചി സ്വാഗതം. നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും തിരിച്ചെത്തിയേക്കുന്നത് പുതിയ ന്യൂ ഇയർ അല്ലെങ്കിൽ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ടാണ്. സോ എങ്ങനെയാണ് ഇപ്പൊ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? അതെ, ആദ്യം തന്നെ എല്ലാവർക്കും, മെയിൻ സ്ട്രീം വണ്ണിന്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്, എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസ് എന്തായാലും മക്കള് ഒരുമിച്ചുണ്ടായിരുന്നു. മക്കളുമായിട്ട് ഫാമിലിയായിട്ട് അടിച്ചു പൊളിച്ചു.
പിന്നെ 24-ാം തീയതി വൈകിട്ട് സുധിച്ചേട്ടൻ്റെ കല്ലറയിൽ പോയി തിരി കത്തിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ നൈറ്റ് പള്ളിയിൽ പോയി ചടങ്ങുകൾ, പള്ളിയിൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. സന്തോഷമായിട്ട് ഒരു 4 ദിവസം വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. ഇന്നാണ് ഇറങ്ങിയത്. അപ്പൊ മൊത്തത്തിൽ ക്രിസ്മസ് വീട്ടിനുള്ളിൽ തന്നെ ആഘോഷിച്ചു. വീട്ടിനുള്ളിൽ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു 4 ദിവസം അടുപ്പിച്ച് വീട്ടിലിരിക്കുന്നത്. കിച്ചു വീട്ടിലുണ്ടായിരുന്നോ ക്രിസ്മസ്? ഉണ്ടായിരുന്നു. അപ്പൊ മക്കളൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒരു സന്തോഷമായിട്ടുള്ള ഒരു ക്രിസ്മസ് ആഘോഷിച്ചു. എന്താ ന്യൂ ഇയർ പ്ലാൻ? എന്താ ന്യൂ ഇയർ പ്ലാൻ? ഞാൻ നാട്ടിൽ നിൽക്കുന്നില്ല, അങ്ങ് കടല് കടന്നു പോയാൽ എന്താന്ന് ആലോചിക്കുക. എങ്ങോട്ടാ കടലിൽ കിടക്കാൻ പോകുന്നേ? അതെ, ബഹറിലോട്ട് പോവാണ്. അത് 1-ാം തീയതി അല്ല, ഞാൻ 6-ാം തീയതി പോവും. സ്വന്തം ബാച്ചിലേഴ്സിലോട്ടാണ് പോകുന്നത്. ഞാൻ ഇനോഗ്രേഷൻ ചെയ്ത എന്റെ ബാച്ചിലേഴ്സിലേക്ക് തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പോവാണ്. അതെ, ഒരു 10 ദിവസം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്, പ്രമോഷനൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവരെയൊക്കെ കണ്ട്. നമ്മുടെ ബഹറിലുള്ള കുറെ പ്രവാസികളുണ്ടല്ലോ, നമ്മളെ സ്നേഹിക്കുന്നതും നമ്മൾ സ്നേഹിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് പ്രവാസികളുണ്ട്. പ്രവാസികളെ എനിക്ക് അന്നും ഇന്നും ഒരുപോലെ സ്നേഹമാണ്. കാരണം അവരൊക്കെ നമ്മുടെ ഒരു വിജയത്തിന് കാരണം കൂടെയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവരുടെ സ്നേഹം തൊട്ടറിഞ്ഞാണ്. സോ അവരെയൊക്കെ ഒന്നും കൂടെ കാണാൻ വലിയ ആഗ്രഹം. പിന്നെ ബാച്ചിലേഴ്സിലെ സൂര്യചേട്ടൻ, സുവിൻ, ഇവരെയൊക്കെ നല്ല, പിന്നെ സ്റ്റാഫുകൾ, ഇവരെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം എന്റെ ഫാമിലിയാണ്, ഞാൻ ഫാമിലിയിലോട്ട് തിരിച്ചു പോകുന്നു. അത്രേ ഉള്ളൂ. അതെ, ഒരു കുടുംബത്തിൽ കയറി ചെന്ന ഫീലാ. അത്രേ ഉള്ളൂ. അമ്മേ ചോറ് താന്ന് പറഞ്ഞ പോലെ സുവിനെ വിശക്കുന്നു പറയാം. ഓക്കെ, പലർക്കും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ കുറെ പേര് വീട്ടിൽ ഇരിക്കുകയാണ്. പക്ഷെ രേണു ചേച്ചി എപ്പോഴും തിരക്കാണ്, ഓട്ടത്തോടോട്ടം. നിന്ന് ഞങ്ങൾ വിളിക്കുമ്പോ പോലും തിരക്കാണ്, വരാൻ സമയമില്ല എന്നാ പറയണേ. തിരക്കോടെ തിരക്ക്. എന്തെത്ര തിരക്ക്! കഴിഞ്ഞ ദിവസം പ്രവീൺ നമ്മുടെ മാർക്കറ്റിംഗ് മല്ലുവിന്റെ ഒരു സ്റ്റാറ്റസ് കണ്ടു, സ്റ്റോറി കണ്ടു. നീ ആരടാ ബിസി ആകാൻ, ഇതെന്താ രേണു സുധിയോന്ന് ഒരു സ്റ്റോറി. ഞാനിപ്പോ അത് കുറെ ചിന്തിച്ചു, എനിക്ക് ചിരി വന്നു. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബിസിയും കാര്യങ്ങളും ഉണ്ടടാ. ഇപ്പം എനിക്ക് മാത്രമൊന്നും അല്ല വർക്ക്, എല്ലാവർക്കും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വർക്കിൽ തന്നെയാണ് എല്ലാവരും. പിന്നെ എനിക്കും ദൈവം സഹായിച്ച അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞില്ല 4 ദിവസം വീട്ടിൽ ഇരുന്ന്. അതെന്തായാലും വീടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു 4 ദിവസം കൊണ്ട്. 4 ദിവസമായിട്ടാണ് അമ്മയുടെ അച്ഛനും മുഖമൊക്കെ ഇവർക്ക് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു. ഇവരൊക്കെ അയ്യോ ഇങ്ങനെ ആയിരുന്നു ഇരുന്നെന്ന് ഞാൻ 4 ദിവസം കൊണ്ട് മനസ്സിലാക്കി. ഋതപ്പൻ ഇച്ചിരി വളർന്നെന്ന് എനിക്ക് മനസ്സിലായി, നീളം വെച്ചത് ഇപ്പോഴാ മനസ്സിലായത്. കുറച്ച് സംസാരമൊക്കെ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഋതപ്പന്. കുറച്ചല്ല, ഭയങ്കര സംസാരമാ. ഭയങ്കര രസമായിട്ടായിരുന്നു. അപ്പൊ ചേച്ചി എന്തായാലും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടും തോറും. ഇതിനൊരു അന്തമില്ല എന്നാ ഞാൻ ചോദിക്കുന്നത്. രേണു എവിടെ ഉണ്ടോ അവിടെ ഉണ്ട് വിവാദം. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയാം. അതിന് എനിക്ക് തോന്നുന്നേ, വിവാദം എന്ന് പറഞ്ഞാൽ, വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ റീച്ച് ആണല്ലോ ഏറ്റവും വലുത്. അപ്പം ഒരു കേരളത്തിൽ ഒരു പുതിയ വ്ളോഗർ അല്ലെങ്കിൽ പുതിയ ഒരാൾക്ക് ഫേമസ് ആകണമെങ്കിൽ അല്ലെ റീച്ച് കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ള എന്താണെന്ന് അറിയാം എനിക്ക്. എന്താ? അടി ഉണ്ടാക്കണം. അല്ല, രേണു സുധിയെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, 2 ചീത്ത പറയുക, അവിഹിതം പറയുക. രേണു സുധി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് 2 ചീത്ത പറഞ്ഞ് രേണുസുധി എത്രത്തോളം തരം താഴ്ത്താവോ അത്രത്തോളം തരം താഴ്ത്തി അവർക്ക് റീച്ചാണ്. ഈ നമ്മുടെ കേരളത്തിൽ ഒരുപാട് വ്ളോഗർമാർ, ഒരുപാട് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്തിനാ രേണുവിന് മാത്രം ഫോക്കസ് ചെയ്യുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാരും അങ്ങനെയല്ലടാ, കുറെ നല്ല ആൾക്ക്. സജിന ചേച്ചി അതുപോലെ കുറച്ച് പേരുണ്ട് കേട്ടോ, എനിക്ക് അനുകൂലമായിട്ട് വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മറ്റാളുകൾ എന്നെപ്പറ്റി നെഗറ്റീവ് മാത്രം, ഏത് പേര് പോലും എനിക്കറിയത്തില്ല, ഓരോരുത്തന്മാർക്ക് എൻ്റെ പേരെടുത്തിട്ട് വ്ളോഗ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് റീച്ച് ആയിരിക്കണം, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ എന്തിനാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് വീഡിയോസ് ആയിട്ട് കാണുന്നുണ്ട്, രേണു ചേച്ചി ഒരു മദ്യപാനിയാണ് എന്ന് പലരും പറയുന്നുണ്ട്. അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? രേണു ചേച്ചി തികഞ്ഞ ഒരു മദ്യപാനിയാണെന്നും, അതുപോലെ ദുബായില് പാപ്പിലോണിലാണ് ഞാൻ ഫസ്റ്റ് വിദേശയാത്ര പോയത്. അപ്പം ഞാൻ അവിടെ പോയത് പാപ്പിലോൺ എന്ന് പറഞ്ഞ ബാർ റെസ്റ്റോറന്റ് ആണ്, ഫാമിലി മെമ്പേഴ്സ് വരുന്നതാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴും ഇങ്ങനെ ഒരു വിവാദം ഇവിടെ പുറപ്പെട്ടായിരുന്നു. ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു, മദ്യപിച്ച് രേണു സുധി വഴിയിൽ കിടന്നു. അങ്ങനെ വല്ലതും സംഭവിച്ചായിരുന്നു? അത് കഴിഞ്ഞില്ലേ, ആ ഒരു വിവാദം കഴിഞ്ഞ്. പിന്നെ പുതിയതായിട്ട് പൊട്ടിപ്പുറപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്മസിന് രേണു സുധി കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കള്ളത്തരം ഒന്നും നിൽക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്ത് തുറന്ന് പറഞ്ഞ് ഞാൻ വല്ലപ്പോഴും കഴിക്കും, ക്രിസ്മസിനൊക്കെ കഴിക്കും. കാരണം ഇപ്പോഴും നല്ല സുധിച്ചേട്ടനുള്ളപ്പോഴും നമ്മൾ ക്രിസ്ത്യൻസ് വല്ലപ്പോഴും കസിൻസ് ഒക്കെ കൂടുമ്പോൾ ചെറുതെന്തെങ്കിലും കഴിക്കും, ബിയറൊക്കെ കഴിക്കുന്ന അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പിന്നെ എനിക്കിഷ്ടമുള്ളത് മാജിക് മൊമെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു.
അതെന്താണ് അത് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു ഒരാൾ തികഞ്ഞ മദ്യപാനിയാകുമോ? എനിക്കറിയില്ല. അപ്പം ആ ഒരു കണ്ടന്റ് എടുത്തിട്ട് കുറെ വ്ളോഗർമാരിട്ട് അലക്കുവാണ് രേണുസുതി മദ്യപാനി. പക്ഷെ രേണുസുതി അറിയാവുന്നവർക്കറിയാം രേണുസുതി എന്താണ് കഴിക്കുന്നത്, എപ്പോഴാണ് കഴിക്കുന്നത്. ക്രിസ്മസിനും വല്ല ഓണത്തിനും അല്ലാണ്ട്, അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനോ അല്ലാണ്ട് ഒന്ന് രേണുസുതി നിരന്തരമായിട്ട് കഴിക്കുന്ന ഒരാളല്ല. അങ്ങനെ കഴിക്കേണ്ട കാര്യമില്ല. വേറൊരു വ്ളോഗർ ഇന്ന് ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പം കണ്ടേക്കുന്നു. അവനൊക്കെ എന്നത്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. അവൻ പറഞ്ഞേക്കുവാ രേണുസുതിയുടെ പപ്പ അടിക്കുന്നത് വേറെ കൂറ ബ്രാൻഡ്, രേണുസുതി വലിയ ലക്ഷറി ബ്രാൻഡ്. ഞാൻ ചോദിക്കട്ടെ, ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എൻ്റെ പപ്പ മദ്യപാനം നിർത്തി, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിർത്തിയതാണ് പപ്പ മദ്യപാനം. എൻ്റെ പപ്പ, മനസ്സിലായോ? ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? പപ്പ മദ്യപിക്കുമായിരുന്നു ആള്. ഞാൻ 3ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 34 വയസ്സുണ്ട്. 1991 സെപ്റ്റംബർ 7 എൻ്റെ ജനനം. 34 വയസ്സിൽ തികഞ്ഞ് ഞാൻ സഞ്ചരിക്കുകയാണ് മുന്നോട്ട്. അപ്പം 3ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിലായിരിക്കും? എത്ര വർഷം മുമ്പിലായിരിക്കും പപ്പ ഇത് നിർത്തിയത്? അപ്പൊ ഇവനൊക്കെ ഈ പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പൊ അവരുടെ ഉദ്ദേശം റീച്ചാണ്. അത്രേ ഉള്ളൂ. ഇതിനെപ്പറ്റി എനിക്ക് അത്രേ ഉള്ളൂ പ്രതികരിക്കാൻ. പിന്നെ വേറൊരു വ്ളോഗർ, പുള്ളിക്കാരി ഒരു താത്തയാണേ. പുള്ളിക്കാരി ഞാൻ പറഞ്ഞു മടുത്ത്. എനിക്കിനി അവര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല. കാരണം കുരയ്ക്കുന്ന ഇങ്ങനെ പട്ടികൾ, നമ്മൾ നടന്നു പോകുമ്പോൾ കുറെ പട്ടികൾ കുരയ്ക്കും. അപ്പൊ എനിക്ക് മനസ്സിലാക്കിയത്, നമുക്ക് നേരെ കുറെ പട്ടികൾ കുരച്ചു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് കല്ലെറിഞ്ഞ് ഓടിക്കും, അത് പോകത്തില്ല. പിന്നെ ഒന്ന് പേടിപ്പിക്കും, പോകത്തില്ല. പിന്നെ നമ്മൾ ഓർക്കും എന്തെങ്കിലും കാണിക്കട്ടെ, കുറച്ചുകൊണ്ട് അവിടെ ഇരിക്കട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയാൽ പോരെ. ഒരു കൈ അടിച്ചാലൊന്നും ഒച്ച കേൾക്കത്തില്ല, 2 കൈ കൂട്ടി അടിച്ചാലും ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോഴല്ലേ അവർ വീണ്ടും എടുക്കുന്നത്. പിന്നെ റീച്ച് അവർക്ക് കിട്ടുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ ദേഹത്തേക്ക് അവരെന്നെ വന്ന് തല്ലിയാ എനിക്ക് ദേഹത്തേക്കും, അവരെന്തെങ്കിലും പറയട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ഇവരുടെ ഒരു ഹെഡിങ് ഞാൻ കണ്ടു, ഒരു തമ്പലിനോ എന്തോ പറയാം, തമ്പ് കണ്ടു. മാജിക് മൊമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് രേണുസുതിയെ എടുക്കുവാന്ന്. സന്തോഷമുള്ള എനിക്ക്. അത്രയും വലിയൊരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എടുത്താൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ തികഞ്ഞ ഒരു മദ്യപാനിയോ ഒന്നുമല്ലെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം. ഞാൻ എൻ്റെ മനസ്സിൽ കള്ളങ്ങളൊന്നും നിൽക്കാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായി? സുധിച്ചേട്ടനുള്ളപ്പം ക്രിസ്മസിന് ഞങ്ങൾ കുറച്ച് എല്ലാവരും ഫംഗ്ഷനൊക്കെ കസിൻസ് എല്ലാം കൂടുമ്പോൾ കഴിക്കും. അതാണ് പറഞ്ഞത്. അല്ലാതെ അതിനകത്ത് പൂർണ്ണ മദ്യപാനിയാണെന്നും ആവശ്യമില്ലാത്ത കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ഇവന്മാർക്ക് പറയാം. അതിനകത്തൊന്നും നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ആ ഒരു കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞൊരു കാര്യം, ഞാൻ വോഡ്കയാണ് അടിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ മാജിക് മൊമെന്റ് ആണെന്ന് ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. അതെ. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരാൾ എന്തായാലും വല്ലപ്പോഴും അടിക്കുന്ന ഒരാളല്ല, ഇത് സ്ഥിരം അടിക്കുന്ന ആൾ മാത്രമാണ് ഇങ്ങനെ പറയാൻ പറ്റുക എന്നുള്ളതാണ് ഈ കമന്റ് ഇടുന്നവരാണ് എനിക്ക് സ്ഥിരം കൊണ്ട് മദ്യം വോഡ്ക മേടിച്ചു തരുന്നതും സ്ഥിരം അടിക്കുന്നതും. അതെ, അത്ര ഞാൻ പറയുന്നത്. അതിനകത്ത് ഇപ്പൊ എന്ത് പറയാനാണ്? ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനെതിരെ അഗൈൻസ്റ്റ് പറയുന്നവരല്ലേ ഈ കമന്റ് ഇടുന്നു. ഓക്കെ, ആയിക്കോട്ടെ. മാജിക് ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവര് പറഞ്ഞ സ്ഥിരം അടിക്കുന്നവരാണ്. ഞാൻ ബഹ്റൈനിലാണേലും ഞാൻ ദുബായിലാണേലും 2 സ്ഥലത്തും ഞാൻ പ്രൊമോഷൻ പോയത് ബാർ റെസ്റ്റോറന്റിലാണ്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിയാമല്ലോ. എന്താ ഞാൻ കുഞ്ഞു കൊച്ചാണോ അറിയാതിരിക്കാൻ? എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. അപ്പൊ എനിക്ക് പറയാമല്ലോ. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇപ്പോഴും പറയാണ്. ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് മാജിക് മൊമെന്റ് ആണ് എന്ന് ഞാൻ എവിടെയും പറയും. അതിന് ഞാൻ സ്ഥിരം മദ്യപാനിയാണെന്നല്ല പറയുന്നത്. ആ കമന്റ് ഇടുന്നവർക്ക് എന്ത് വിടാൻ, അതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല. കാരണം എന്നെ അറിയാവുന്നവർക്ക് അറിയാം എന്താണ് ഞാൻ. ചേച്ചി, ഞാനിപ്പോ ചേച്ചിക്ക് ഒരു സ്ക്രിപ്റ്റ് തരികയാണെങ്കിൽ, ഇപ്പൊ പലരും നമ്മുടെ ഇറങ്ങുന്ന റൂമേഴ്സ് അല്ലെങ്കിൽ കുറെ കമന്റ്സിൽ കാണുന്ന കാര്യമാണ്, ചേച്ചി ഒരു മദ്യപാനിയാണെന്ന് ഓൾറെഡി പറയുന്നുണ്ടല്ലോ. സോ ഞാനൊരു സ്ക്രിപ്റ്റ് തരികയാണ്. അയ്യപ്പ ബൈജു, അയ്യപ്പ രേണു. ഓക്കെ, ഞാനൊരു സ്ക്രിപ്റ്റ് തരാണ്. ഒരു കള്ളു കുടിക്കുന്ന ആളെ പോലെ അഭിനയിക്കണം. ആളെ പോലെയാണോ? പെണ്ണിനെ പോലെ, സ്ത്രീയെ പോലെ അഭിനയിക്കണം. അതായത് അഭിനയമാണ്, സ്ക്രിപ്റ്റ് ആണ് ഞാൻ തരുന്ന സ്ക്രിപ്റ്റ്. അഭിനയത്തിന് വോഡ്ക ഇല്ലല്ലോ ഇവിടെ. ഞാൻ അവിടെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. പച്ചവെള്ളം കുടിച്ചു നോക്കുന്നല്ലേ. പിന്നെ രേണുസുതി ഇന്റർവ്യൂവിൽ ഇടയ്ക്ക് മദ്യപിച്ചെന്ന് പറയും. ആദ്യം എന്താ പറയാ, മുകളിലേക്ക് ചേട്ടാ ചിയേഴ്സ് പറയും. സുധിച്ചേട്ടാ ഞാൻ എത്തിയെന്ന് പറഞ്ഞു. സുധിച്ചേട്ടാ ചിയേഴ്സ് എന്ന്. സ്ക്രിപ്റ്റ് ആണ്, അഭിനയമാണ്. അഭിനയമാണ്, അഭിനയം മാത്രം. ഇത് അഭിനയം. ചിയേഴ്സ്. നമ്മൾ ആദ്യം ഐസ് ക്യൂബ് ഇട്ട് സോഡ ഒഴിച്ച്, ഒറ്റയ്ക്ക് ഏതായാലും മദ്യപിക്കത്തില്ലോ. ചിയേഴ്സ്. അടിപൊളി. ടച്ചിങ്സ് ഒന്നും ഇല്ലടേ, മതി.
അത് ഓക്കെ. ഇനി രേണുസുതി റിയൽ ആയിട്ട് അടിക്കുകയാണെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് നമ്മളുടെ കമ്പനിക്കാരോട് അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവരോട് വീട്ടിൽ ഇരുന്ന് അടിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചേഴ്സ് പറയും? ഇതെല്ലാം ഇട്ടല്ലോ. ഫിനിഷ്. അപ്പൊ ശരി, ഓക്കെ, അത്രേ ഉള്ളൂ. അതിനുശേഷം കലാപരിപാടികളൊന്നുമില്ല, ഡാൻസ് പാട്ട് അങ്ങനെ ഞാൻ കഴിച്ചു മിണ്ടായിരിക്കത്തില്ല. പലരും ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചി സെലിബ്രിറ്റി ആയതിനു ശേഷമാണ് ഈ മദ്യപാനം തുടങ്ങിയത്, അപ്പം സെലിബ്രിറ്റി ആയതിന് ഹുങ്ക് കാണിക്കുന്നതാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഓക്കെ, അങ്ങനെ പറയുന്നവരോട് ഞാൻ എന്താണ് പറയുന്നത്? എന്തായാലും സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ സെലിബ്രേറ്റ് ആയത്. അതെ. അപ്പം സുധിച്ചേട്ടൻ ഉള്ളപ്പം ഞാൻ വല്ലപ്പോഴും കഴിക്കുന്ന കാര്യം ഞാൻ തുറന്നു പറഞ്ഞതുമാണ്. ഇന്നല്ല ഞാൻ പറയുന്നത്, ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷാപ്പിലെ പ്രണയോ എന്ന് പറയുന്ന ഒരു എന്റെയും പ്രതീക്ഷിന്റെ ഒരു അതിലിങ്ങനെ മീഡിയാസ് വന്നപ്പോൾ എന്നോട് ഇങ്ങനെ കള്ള് ഷാപ്പിലായിരുന്നു അത്. അപ്പൊ എന്നോട് ഈ കള്ളുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ചു, രേണു സുധി അടിക്കാറുണ്ടോ? ഞാൻ മുന്നേ വല്ലപ്പോഴും സുധിച്ചേട്ടനുള്ളപ്പോൾ കഴിക്കുമായിരുന്നു, കസിൻസ് എല്ലാം കൂടെ വല്ലപ്പോഴും ക്രിസ്മസിന് കഴിക്കുമായിരുന്നു. അന്ന് ഇത് വിവാദമാകാത്ത ഇത് ഇന്നിപ്പോ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി വന്ന് സെലിബ്രേറ്റ് ആയി കഴിഞ്ഞപ്പോൾ വിവാദമാക്കണമെങ്കിൽ ഇത് മനഃപൂർവ്വം വിവാദമാക്കുന്നവരാണ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മൾ റിപ്ലൈ കൊടുക്കുന്ന കാര്യമുണ്ടോ? ദാറ്റ്സ് ഇറ്റ്. ആണ്. അപ്പൊ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴും ഇങ്ങനെ ചില സമയത്ത് വല്ലപ്പോഴും മാത്രമായിരുന്നു അടിക്കാറ്? തീർച്ചയായിട്ടും ക്രിസ്മസ്, ന്യൂ ഇയർ, പിന്നെ എന്താണ് പിള്ളേരുടെ ബർത്ത്ഡേ പാർട്ടി ഒക്കെ വരുമ്പോൾ നമ്മൾ കസിൻസ് എല്ലാം കൂടി, നമ്മൾ പുറത്തുനിന്നല്ല കസിൻസ് എല്ലാം കൂടിയിട്ട് സന്തോഷമായിട്ട് വൈനും വോഡ്കയൊക്കെ കഴിക്കും. മാജിക് മൊമെന്റ് ആണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അതെ. ചേച്ചി ഏകദേശം എത്ര പെഗ് വരെ അടിക്കാറുണ്ട്? ഇതൊക്കെ പറയണോ? ഒരു 30. 30 എന്ന് പറയുന്നത് അളവല്ലേ? അത് തന്നെയാ പറഞ്ഞത്. ഗ്ലാസിന്റെ എണ്ണ ചോദിച്ചത്. അങ്ങനൊന്നും ഗ്ലാസിന്റെ എണ്ണ ഒന്നും പറയാനൊന്നുമില്ല. 30 എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്ക് അറിയാം 30 തന്നെയാണ്. ഒന്നും ആകത്തില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നവർക്ക്. അപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ പപ്പ ചേച്ചി ചെറുതായിരുന്നപ്പോ തന്നെ മദ്യപാനം നിർത്തിയതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വല്ലപ്പോഴും ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയറിന് കൂടിയിരുന്ന് അടിക്കുമ്പോ പപ്പ ഇങ്ങനെ പറയാറില്ലേ? ഇല്ല, സുധിച്ചേട്ടനോടൊപ്പം പറയാറൊന്നുമില്ല. പിന്നെ ഈ പപ്പമാരുടെ അമ്മമാരുടെ മുൻപിലാണോ നമ്മൾ അടിക്കുന്ന കസിൻസ് എല്ലാം? എനിക്കറിയത്തില്ല. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഈ കോട്ടയംകാർ അല്ലെങ്കിൽ അച്ചായന്മാരൊക്കെ എല്ലാരും കഴിക്കുന്നതാണ്, വീട്ടിലുള്ളവരെല്ലാരും ഒരുമിച്ച്. എന്നാലും പപ്പാമാരൊന്നും, എന്നാലും എത്ര കസിൻസ് ആണെങ്കിലും വീട്ടിലുള്ളവരാലും നമ്മൾ മുതിർന്നവരുടെ മുന്നൊന്നും കഴിക്കാനൊന്നും ആയിട്ടില്ല. ഇന്ന് വരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാലും ഇതിന്റെ ഒരു ഗുരു ആരാ ഇതിന് തുടക്കം ഇട്ടുന്നത്? സുധിച്ചേട്ടൻ തന്നെയാണ്. സുധിച്ചേട്ടനല്ല, എന്റെ മാമന്മാരൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു. ഒരു ക്രിസ്മസിനൊക്കെ കഴിക്കുമായിരുന്നു. മാമന്മാരെ ചെറുതിലെ തന്നെ നമ്മൾ കാണുന്നതാണ് ഇവരൊക്കെ കഴിക്കുന്നത്. അപ്പം നമ്മള് കോട്ടയത്തുകാരല്ലേ, നമ്മള് ക്രിസ്മസിനൊക്കെ 2 എണ്ണം അടിക്കും, അത്രേ ഉള്ളൂ. ചേച്ചി ബിഗ് ബോസിൽ പോയത് വിധവകളെ റെപ്രസെന്റ് ചെയ്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പറഞ്ഞിട്ടാണ്. അപ്പോ മദ്യപിക്കണമെന്ന മെസ്സേജ് ആണോ നിങ്ങള് സമൂഹത്തിന്? ഒരിക്കലും മദ്യപിക്കണമെന്ന മെസ്സേജ് സമൂഹത്തിന് കൊടുത്തിട്ടില്ല. എന്റെ പേഴ്സണൽ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പേഴ്സണൽ കാര്യം പറഞ്ഞു. അത് വിധവകളെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ മദ്യപിക്കുവാന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഞാൻ എന്റെ കാര്യം, പേഴ്സണൽ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. വിധവകളെ റെപ്രസെന്റ് ചെയ്താണ് രേണുസുതി മദ്യപിക്കുന്നത് എങ്ങും പറഞ്ഞിട്ടില്ല. രേണുസുതിക്ക് ഇഷ്ടം മാജിക് മൊമെന്റ് ആണെന്നും വല്ലപ്പോഴും ക്രിസ്മസിനോ ഓണത്തിനോ വല്ലപ്പോഴും കഴിക്കുമെന്ന് സുധിച്ചേട്ടൻ ഉള്ളപ്പോ തൊട്ട് കഴിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വിധവകളെ റെപ്രസെന്റ് ചെയ്തിട്ടല്ല രേണുസുതി മദ്യപിക്കുന്നത്. അപ്പൊ ഈ വന്ന ഈ വിവാദങ്ങളൊക്കെ കിച്ചു മോൻ കണ്ടിട്ടുണ്ടായിരുന്നോ? മോൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും? ഒന്നും പറയത്തില്ല അവൻ എന്താ അതൊന്നും കണ്ടിട്ടുണ്ടാവോന്ന് ചോദിച്ചാൽ അവനൊന്നും കാണത്തില്ല, അങ്ങനെ സമയമില്ല. ചേച്ചി ഇങ്ങനെ വളർന്നു വരുന്നത് ഇഷ്ടപ്പെടാതെ വെറുതെ വന്ന് എയറിലാക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഈ ആൾക്കാര്? ചോദ്യം ചോദിച്ച് എയറിലാക്കുന്ന ഒരു മീഡിയക്കാരാ? അതന്നെ. അല്ല, സോറി, മീഡിയക്കാരുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ചേച്ചി വളർന്നു വരുന്നത് ഇഷ്ടമില്ലാതെ പലരും ചേച്ചി വ്ളോഗർമാരായാലും മീഡിയക്കാരായാലും ഈവൻ ആരായാലും. മീഡിയക്കാരെ ഞാനൊന്നും പറയത്തില്ല, കാരണം എന്താ വെച്ചാ ഒരു പരിധിവരെ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന മീഡിയ വഴിയാണ്. ഒരു മീഡിയേറ്റർ ആണ്, ആശയവിനിമയം മറ്റുള്ളവരെ അറിയിക്കുന്നതൊക്കെ ഇവര് തന്നെ. മീഡിയക്കാരെ ഞാനൊന്നും പറയാറില്ല. വ്ളോഗർമാര് നെഗറ്റീവ് മാത്രം. അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒന്നും അറിയത്തില്ല, ചുമ്മാ ഒരു സാധനം കിട്ടിയതേ ഉള്ളൂ, പിന്നെ അങ്ങ് മദ്യപാനിയാക്കുക രേണുസുതി. അങ്ങനെ ഒന്നുമല്ല. രേണുസുതി അറിയാവുന്നവർക്കറിയാം എന്താണ് രേണു എന്ന്. അപ്പം അങ്ങനെ തികഞ്ഞൊരു മദ്യപാനിക്ക്, അങ്ങനെ തികഞ്ഞൊരു പെണ്ണിന് മദ്യപാനിയാകാനൊന്നും എനിക്ക് അറിയത്തില്ല, പറ്റത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരാളുമല്ല, ഞാനൊരു വീട്ടമ്മയാണ്. സോ ഞാൻ അങ്ങനത്തെ ഒരാളെ അല്ല. ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ കഴിക്കാത്ത പെണ്ണുങ്ങൾ ചുരുക്കമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കോട്ടയത്തെ മിക്കവരും ഞങ്ങൾ അച്ചായത്തിമാർ, ഞങ്ങൾ കസിൻസ് എല്ലാം കഴിക്കുന്നതായിരുന്നു. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞാണ് ഞാൻ എന്ന് പറഞ്ഞ് തികഞ്ഞ മദ്യപാനി ഒന്നുമല്ല രേണുസുതി. പിന്നെ വ്ളോഗർമാർക്ക് അത് മതിയല്ലോ, അത് എടുത്തിട്ട് അവരുടെ വ്യൂസിന് വേണ്ടിയിട്ട് അവരത് പലതും പറയും.
അതൊന്നും നമ്മുടെ ബിസിനസ് അല്ല, നമ്മളെ അത് ബാധിക്കുന്നുമില്ല. കാരണം എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. ഇപ്പൊ ചേച്ചിയുടെ അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ പുറത്തു വരുമ്പോ ചേച്ചിയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അല്ലെങ്കിൽ ചേച്ചിനെ കാണുമ്പോൾ ഓരോ കാര്യങ്ങളും ഒരു വാക്ക് വെച്ചിട്ട് അതിനെ എയറിലേക്ക് കയറ്റുന്ന ആൾക്കാരാണ് മൊത്തത്തില്. അതെന്തുകൊണ്ടാണ്? റീച്ച്. രേണുസുതി എന്നൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ റീച്ച് കിട്ടും. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ കണ്ടൊരു കമന്റ് ആണ്, ഇപ്പൊ രേണുസുതി ഭയങ്കര മോഡേൺ ഡ്രസ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, സെലിബ്രിറ്റി ആയതിന്റെ അഹങ്കാരം, പൈസയുള്ള അഹങ്കാരം. ആ പറയുന്നവനെ എന്റെ സുധിച്ചേട്ടന്റെ ലൈഫിൽ ഞങ്ങളുടെ നടുക്ക് വന്ന് താമസിച്ചവനാണോ പറഞ്ഞത്? ഞാൻ നേരത്തെ തൊട്ടേ മോഡേൺ ഡ്രസ്സ്, കിച്ചുവും സുധിച്ചേട്ടനും എനിക്ക് ട്രെൻഡ്സിൽ നിന്നൊക്കെ മോഡേൺ ഡ്രസ്സ് തന്നെയാണ് വാങ്ങിച്ചു തന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്ന കാര്യം, ഞാൻ ചിലപ്പോൾ മോഡേൺ ഡ്രസ്സ് ഇടും, ഞാൻ ചിലപ്പം നാടൻ ഡ്രസ്സ് ഇടും. ഇതൊക്കെ ഇവരെ എന്തിനാ ഞാൻ ബോധ്യപ്പെടുത്തുന്ന? ഉറപ്പായിട്ടും അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. സെലിബ്രിറ്റി ആയ എന്റെ അഹങ്കാരമൊന്നുമല്ല. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് എന്ത് ഡ്രസ്സാണ്? ചുരിദാറല്ലേ. അതെനിക്ക് ഇഷ്ടപ്പെട്ട് എന്റെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നുകൊണ്ട് ഞാൻ ഇട്ടു. അത് എന്റെ ഡ്രസ്സ് ഇടുന്നതും കാര്യങ്ങളും ഒന്നും ബോധിപ്പിക്കാനൊന്നും എനിക്ക് സൗകര്യമില്ല. ആർക്കും ആരെയും ബോധിപ്പിക്കാൻ, ഇവനെയൊക്കെ ബോധിപ്പിക്കാൻ സൗകര്യമില്ല. എന്തായാലും ചേച്ചി പുതിയ കാറൊക്കെ എടുത്തില്ലേ, അപ്പൊ ഡ്രൈവിംഗ് പഠിച്ചോ? ഇല്ല, പഠിച്ചില്ല. പഠിക്കാൻ ആഗ്രഹമില്ലേ? ഒരാഗ്രഹവും ഇല്ല, പേടിയാണ്. എന്താ? ആ ഒരു കാര്യം മാത്രം പേടി. കാരണം ഒന്നാമത് സൂചിച്ചേട്ടൻ അങ്ങനെ പോയതിന്റെ ഒരു ട്രോമ ഇതുവരെയായിട്ടും, ട്രോമ മീൻസ് ആ ഒരു ഓർമ്മയിൽ നിന്ന് നമ്മളത് വിട്ടുമാറിയിട്ടില്ല. നമുക്ക് ഒരു അറയ്ക്കും നമ്മൾ വണ്ടി. കാർ എടുത്തതിൽ പിന്നെ എന്തിനു ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യണേ? കാർ എടുത്തത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ടല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ കാർ എടുത്തത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, തൊട്ടടുത്തൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഞാൻ ബസ്സും ട്രെയിനും അവർ AC ബസ്സും AC ട്രെയിനൊക്കെ ബുക്ക് ചെയ്താണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ചേച്ചിയുടെ നെക്സ്റ്റ് അടുത്ത പരിപാടിയും പ്ലാനുകളൊക്കെ എന്താ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ 6-ാം തീയതി ഞാൻ പോവാണ്, ബാച്ചിലേഴ്സിലോട്ട് പോവാണ്. ദെൻ പിന്നെ പുതിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ UK പോവാണ്, ലണ്ടൻ. ബഹറിൻ കഴിഞ്ഞാൽ അടുത്ത് UK. യെസ്, ഏപ്രിലാണ് പോകുന്നത്. അപ്പൊ ഇന്നാണ് അതിന്റെ പോസ്റ്ററും കാര്യങ്ങളും വന്നത്. അപ്പൊ UK ഞാൻ ബാച്ചിലേഴ്സിലും പാപ്പിലോണിലും ഒക്കെ പോയപ്പം എനിക്കൊരു ഇക്കാനെ പരിചയപ്പെട്ടു. ഷോ ഡയറക്ടറാണ് അതിന്റെ, അർഫാത്ത് എന്നാണ് പേര്. ഇക്ക നല്ലൊരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തെ പരിചയപ്പെട്ടു. സൂചനയൊക്കെ അറിയാം, ഒരുപാട് സെലിബ്രിറ്റികളെ ലോകം മുഴുവൻ കൊണ്ടുപോകുന്ന ആളാണ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടപ്പം. അപ്പൊ അദ്ദേഹം എന്നോട് നമുക്ക് പ്രോഗ്രാമിന് കാണാൻ, എന്റെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു, പ്രോഗ്രാമിന് കാണാം. അപ്പൊ ഞാനും ഓർത്താ അങ്ങനെ പറഞ്ഞാലും ചിലപ്പം വിളിക്കത്തില്ലായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ദുബായിൽ ഞാൻ 2ാമത് പോയി, റോസസ് ഡ്യൂവിന്റെ ഇന്നോഗ്രേഷന്, നമ്മുടെ സ്മിത ചേച്ചിന്റെ. വസീകര കത്തിച്ചു, തിരിച്ചു വന്ന് പിറ്റേ ദിവസം ഒരു കോള്, അർഫാത്തിക്ക, രേണു പാസ്പോർട്ടൊക്കെ ഒന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് UK ഒന്ന് പോണം പ്രോഗ്രാമിന്, വസീകര കത്തിച്ചല്ലേ, കുറച്ച് പാട്ടിൽ ലിസ്റ്റൊക്കെ പറയാം, പഠിച്ചു വെച്ചോ, നമുക്ക് ഏപ്രിലൊക്കെ പോകാൻ പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാകാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് പോസ്റ്റർ വന്ന്, ഞാൻ ആ പോസ്റ്റർ പുറത്ത് വിട്ടിട്ടില്ല, പക്ഷെ ഞാൻ മെയിൻ സ്ട്രീം വേണ്ടിന്റെ ആൾക്കാരെ, പ്രേക്ഷകരെ എന്തായാലും ഞാൻ കാണിക്കും. പോസ്റ്റർ കുറച്ച് നമ്മൾ ഈ എന്താ പറയാ, പ്രോഗ്രാമിന്റെ ദിവസമൊക്കെ അടുക്കാറാകുമ്പോൾ നമുക്ക് കൊളാബ് ചെയ്യാന്ന് വെച്ച് എന്തായാലും ഞാൻ പ്രോഗ്രാം ഇപ്പം ഈ അർഫാത്തിക്കായും ബിനോടിമാൽ ചേട്ടനും ഒക്കെ ഇപ്പൊ UK ഇപ്പൊ ലണ്ടനിലുണ്ട്. അവര് ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമിലാണ്. വന്നു കഴിഞ്ഞ് ഞാൻ ഇവരുടെ കൂടെ പ്രോഗ്രാം. ഓക്കെ, ഞാൻ ആ പോസ്റ്റർ കാണിക്കാം. ഇനിയിപ്പോ ആൾക്കാർക്ക് ഡൗട്ട്, ഇതിപ്പോ ഇവിടെ എന്നാ വല്ലോ കാട്ടാക്കടയായിരിക്കും. ഞാൻ കാട്ടാക്കടയും നല്ല തന്നെയാണ്, ഇവിടെ നാട്ടിലെ പ്രോഗ്രാം നല്ലതാണ്. പക്ഷെ ഇതിനകത്ത് നെഗറ്റീവ് കമന്റ് വരും. ഓ, അവള് ചുമ്മാ പറഞ്ഞത് UK എന്നുള്ളത്, യുണൈറ്റഡ് കിങ്ഡം ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഈസ്റ്റർ വിഷു സെലിബ്രേഷൻ ആഘോഷം 2026 കൊച്ചിൻ ഗോൾഡൻ നൈറ്റ്സ് പ്രസൻസ്. ബിനു അടിമാലി, രേണുസുതി, കൊല്ലം കിഷോർ, ജോയി സൈമൺ, രാഗി. പിന്നെ ബുക്കിങ്ങിന്റെ ഒക്കെ അയച്ചിട്ടുണ്ട്, പിന്നെ എഴുതിയിട്ടുണ്ട് ഡയറക്ഷൻ അർഫാത്ത്. സൂം ചെയ്ത് UK തന്നെ എഴുതിയേക്കുന്നത്. ഇനി പറയും ആൾക്കാർ കമന്റ് അറിയാൻ പറ്റില്ല. അപ്പം ഈ നെഗറ്റീവ് പറഞ്ഞവരൊക്കെ എന്താ, അവർക്കൊക്കെ താങ്ക്സേ ഉള്ളൂ. കാരണം അവരൊക്കെ കാരണമാണ്. ഇപ്പൊ സന്തോഷം, ഇത് കൺഫേം ആയി. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ദൈവം സഹായിച്ച് അവിടെ പോകാൻ പറ്റട്ടെ, പ്രോഗ്രാം നന്നായിട്ട് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും, അവിടെ പോകുന്ന എല്ലാ കലാകാരന്മാർക്കും. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം UK സുധിച്ചേട്ടനെ സ്നേഹിച്ചതും എന്നെ, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട്. അവരെയൊക്കെ നേരിട്ട് കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പിയാണ്. എൻ്റെ ബഹ്റൈൻ പോലെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ ദുബായ് പോലെ എൻ്റെ ആയല്ലേ ഇപ്പൊ പാൻ ഇന്ത്യ അല്ലേ, അങ്ങനെ എല്ലാം എൻ്റെ ആയി. സോ ഇനിയിപ്പോ UK മൊത്തത്തില് ഇന്ത്യ മുഴുവൻ രേണുസുതിയുടെ ആയി.
ഇനി തമിഴ്നാട് കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞ പോലെ. ഈ യൂട്യൂബിൽ ഹനാൻ എന്ന് പറയുന്ന ഒരാള് ചേച്ചിയെ കുറിച്ചിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, പറഞ്ഞു. ഈ അബോഷൻ ചെയ്തു എന്ന പല കാര്യങ്ങൾ. അപ്പൊ അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഈ പേര് പറഞ്ഞ പുള്ളിക്കാരി എന്റെ ഫ്രണ്ട് ആയിരുന്നു. ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് ഒരാഴ്ച മുന്നേ എനിക്ക് മെസ്സേജ് എന്തുകൊണ്ടടി വിശേഷം, സുഖമാണോ? ഞാൻ പറഞ്ഞു ആ സുഖമാണ്. ഞാൻ അങ്ങനെ ആരുമായിട്ട് കോണ്ടാക്ട് ഒന്നും ചെയ്യാറില്ല, ഇല്ലാത്തൊരു വ്യക്തിയാണ്. വല്ലപ്പോഴും മെസ്സേജ് അയക്കും. അങ്ങനെ അയച്ചൊരു വ്യക്തി ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ വിവാദം നടക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അവർക്കേ അറിയത്തില്ല. എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല. അപ്പൊ പേഴ്സണൽ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അപ്പൊ എന്തിനായിരിക്കും ഇങ്ങനെ ചേച്ചിനെ ടാർഗറ്റ് അവർക്ക് റീച്ചിനായിരിക്കും. അത് അവർക്കല്ലേ അറിയത്തുള്ളൂ. റീച്ചിന് വേണ്ടിട്ട് സുഹൃത്തിനെ അങ്ങനെ ചെയ്യുവോ? എനിക്കറിയത്തില്ല. ഞാൻ എല്ലാരും സുഹൃത്തായിട്ട് കാണുന്നത്, അവര് പലരും എന്നെ സുഹൃത്തായിട്ട് കണ്ടു കാണത്തില്ലായിരിക്കും. അതാവും. ഈ ചേച്ചിയുടെ അല്ല, അങ്ങനെ ആണേലും അല്ലെങ്കിലും ഇപ്പൊ ഇവർക്ക് എന്താണ് പ്രശ്നം? എന്നെ ബാധിക്കുന്ന കാര്യമല്ലേ, അല്ലെ എന്റെ മക്കളെ ബാധിക്കുന്ന കാര്യമല്ലേ, എന്റെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമല്ലേ, സുധിച്ചേട്ടന്റെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമല്ലേ. നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ ആർക്കാന്നേ പ്രശ്നം? അല്ല, ഇവര് കൊണ്ടുവരട്ടെ. ആ 21 വയസ്സുകാരനെ ഇവര് കൊണ്ടുവരട്ടെ. ഒരാള് വേണമല്ലോ. ഇവര് തെളിവ് വേണമല്ലോ. കൊണ്ടുവരാൻ പറയട്ടെ. അല്ലെങ്കിൽ എനിക്ക് ആ 21 വയസ്സുകാരനെ അറിയാന്നല്ലേ ഇവര് പറയുന്നത്. സൗകര്യമല്ലേ പറയാൻ. അതുപോലെ തന്നെ ചേച്ചിയുടെ പപ്പേനെയും വീട്ടുകാരെയും ഒക്കെ പലരും മോശമായിട്ട് ഇതുപോലെ പറയുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി എന്താണ്? ഞാനിങ്ങനെ എന്താ പറയാ, മുന്നോട്ട് പോകുന്നതോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയതോ ഒന്നും ഇഷ്ടമില്ലാതെ കണ്ണിക്കടിയുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് എന്താണ് പ്രശ്നം? ഞാൻ എൻ്റെ വഴിയെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ഹാപ്പിയാണ്. പിന്നെ ഇവറ്റകൾ പറഞ്ഞാൽ അവർക്ക് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഈ ബിഷപ്പായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ? ഓ, ബിഷപ്പ് പിതാവ്. ഓക്കെ, പിതാവുമായിട്ടുള്ള പ്രശ്നം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചി, കാരണം ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, താത്തയോ, അവരുടെ ഒരു വ്ളോഗ് കണ്ടു. രേണുസുധിയുടെ ഒക്കെ വീട്ടിൽ ആൾക്കാർ വരുന്നതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബിഷപ്പിന് ശല്യമാണ് ഞങ്ങൾ. എൻ്റെ ചേച്ചി നേരെ ബിഷപ്പിനെ എൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ഹലോ, തിരുമേനിയല്ലേ? അത് പറഞ്ഞോളൂ മോളെ, ഇന്ന പോലെ ഒരു പ്രശ്നം, ഒരു താത്ത ഷഫീന ബീവി എന്ന് പറയുന്ന പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഇതിട്ടല്ലോ. എന്താ അതിന്റെ അർത്ഥം? ബിഷപ്പിന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? മോളെ, ഒരു പ്രശ്നമില്ല. ഞാൻ ഒരിക്കലും ഒരു വ്ളോഗേഴ്സിനോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. രേണുസുധിയെ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നേ ഇല്ല. നേരത്തെ ഒക്കെ കുറെ കുറ്റപ്പെടുത്തിയായിരുന്നു. അപ്പൊ ഇപ്പോഴും ഓരോ വ്ളോഗർമാർ എന്നോട് ചോദിക്കാറുണ്ട്, രേണുസുധിയെ കുറ്റം പറയാൻ ഫാദർ വരുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരു ഇതിനുമില്ല എന്നാണ് അദ്ദേഹം, ആ പിതാവ്, എൻ്റെ ചേച്ചിയോട് ഫോണിൽ സംസാരിച്ചത്. അതിനെ റെക്കോർഡ് എൻ്റെ ഫോണിൽ ഞാൻ മറ്റേ ഈ ചില ആളുകൾ കാണിക്കുന്ന ചെറ്റത്തരവും തന്നെ പറയാം. പേഴ്സണൽ വോയിസ് എടുത്തിട്ട് യൂട്യൂബിൽ ഇടുക, പബ്ലിക് ആക്കുക. അങ്ങനത്തെ ചെറ്റത്തരം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിത് പബ്ലിക് ആക്കുന്നുമില്ല. എൻ്റെ ഫോണിനകത്ത് റെക്കോർഡ് അദ്ദേഹം പറഞ്ഞത് ഞാനിത് പബ്ലിക് ആക്കത്തില്ല. എൻ്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തല്ല, ഓൾറെഡി റെക്കോർഡിങ് ഉള്ളതാണ്. സോ അത് എൻ്റെ ചേച്ചിയാണ് സംസാരിച്ചത്. ഞാൻ അടുത്ത് ഇപ്പോഴുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ വോയിസ് ഞാൻ കേട്ടതുമാണ്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് രേണുസുധിക്കെതിരെ നിൽക്കത്തുമില്ല, ഇവരെ കൊണ്ട് ഒരു പ്രശ്നവും എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പിതാവ് പറഞ്ഞത്. ശരിക്കും അന്ന് ബിഷപ്പായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു? അന്ന് ബിഷപ്പായിട്ട് പ്രശ്നം എനിക്കറിയില്ല. ഈ ബിഷപ്പിനും ഈ ഫിറോസിക്കാക്കും ഈ കണ്ട ജനങ്ങൾക്കും പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇന്നുവരെ അറിയത്തില്ല. ഞാനുമായിട്ട് നേർക്കുനേരെ ഇവരാരും പ്രശ്നം വന്നിട്ടില്ല. ഞാൻ സെലിബ്രിറ്റി ആയി പോയതാണ് ഇവരുടെ എല്ലാം പ്രശ്നം. ഞാൻ ഒരു വീട്ടിനകത്ത് മൂലയിൽ കുത്തിയിരുന്നത് കരഞ്ഞാലോ ഇവരോട് ഒരു 500 രൂപ ചോദിച്ചാലോ ഇവർക്കാർക്കും പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ എന്തിന് തല ഉയർത്തി നടക്കുന്നു, ഞാൻ എന്തിന് വലിയ സെലിബ്രിറ്റി, അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ കയറി, ഞാൻ എന്തിന് സെലിബ്രിറ്റി ആവുന്നു, ഞാൻ എന്തിന് ഈ 10-15 ആൽബം അഭിനയിക്കുന്നു, ഞാൻ എന്തിന് ബഹ്റൈന് പോകുന്നു, ഞാൻ എന്തിന് ദുബായി പോകുന്നു, ഇതൊക്കെ ആയിരിക്കും ഇവരുടെ കുഴപ്പം. ഞാൻ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവരെന്നെ സ്നേഹിക്കും. നമ്മുടെ കൂടെ നിന്നിട്ട് ഈ കാല് വരുന്നല്ലേ തിരിഞ്ഞു നിന്ന്, ഇപ്പൊ ഈ പറഞ്ഞ പുള്ളിക്കാരിയാണേലും ഇവരൊക്കെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ കുത്തിയിരുന്നു. ഇപ്പം ഇതിന്റെ അടിയിൽ വന്ന് കമന്റ്, ഇവള് അഹങ്കാരിയാണെന്ന്. അഹങ്കാരിയല്ല സുഹൃത്തുക്കളെ. നമ്മൾ ഈ അനുഭവം കേരളത്തില് ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ, സാധാരണ ഒരു പെണ്ണിന്, വിധവയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ ആർക്കും വരുത്തരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് അഹങ്കാരമല്ല. കാരണം എനിക്ക് സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ സംസാരിച്ചേ പറ്റത്തുള്ളൂ. അല്ലെ ഈ കണ്ട ഇവരെല്ലാം കൂടെ എൻ്റെ തലേ കയറി നിരങ്ങും. അപ്പൊ എനിക്ക് സംസാരിച്ചേ പറ്റത്തുള്ളൂ. ഇതൊരിക്കലും അഹങ്കാരത്തിന്റെ ധ്വനിയല്ല. അത് മനസ്സിലാക്കുക. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് മനസ്സിലാവും ഇത് അഹങ്കാരത്തിന്റെ ധ്വനിയല്ല, മറിച്ച് ഇത് ഒരു ധൈര്യത്തിന്റെ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു കരുത്തിന്റെ ഒരു ശബ്ദമാണിത്, അല്ലാതെ അഹങ്കാരത്തിന്റെ ധ്വനിയല്ല.
ശരിക്കും ഈ കുറെ പേർക്ക് ഭയങ്കര ഇപ്പോഴും സൈബർ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവരെന്താ മനസ്സിലാക്കാത്തതെന്ന് അറിയില്ല. ഈ നമ്മുടെ ചേച്ചിക്കല്ല, മക്കൾക്കാണ് ശരിക്കും ബിഷപ്പ് സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെന്താ ഇവരിപ്പോഴും മനസ്സിലാക്കാതെ വീണ്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വിവരമില്ലായ്മയായിരിക്കും. മക്കൾക്കാണ് സ്ഥലം കൊടുത്തെന്ന് പച്ച മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. അപ്പൊ അവരുടെ ഒരു കുറച്ച് ടിപ്പിക്കൽ ആൾക്കാരുടെ ചിന്ത എന്താണ്? എന്നെ എങ്ങനെയാലും 4 തെറി പറയുക, എന്നെ എങ്ങനെയാലും 4 കുറ്റം പറയുക. ഇത്രേ ഉള്ളു കാര്യം. അവർക്ക് റീച്ച് വേണ്ടേ? അതെ അതെ, അത്രേ ഉള്ളു. അപ്പൊ ചേച്ചിക്ക് നിമിഷ എങ്ങനെ അറിയാവുന്നത്, പരിചയം? സുധിച്ചേട്ടന്റെ കൂടെ സ്കിറ്റ് ഒക്കെ ചെയ്ത് ഉള്ള ആളാണ്, ആർട്ടിസ്റ്റാണ് അവര്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ സുധിച്ചേട്ടനുള്ളപ്പോൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സുധിച്ചേട്ടനെ ഒരു പ്രാവശ്യം. അതുപോലെ തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. അതൊന്നുമല്ല വിഷയം. നല്ല അത് കഴിഞ്ഞിട്ട് ജൂൺ 5-ാം തീയതി സുധിച്ചേട്ടൻ്റെ ആണ്ടിന് വന്നിട്ടുണ്ട്. അന്നേരം ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ എന്താണ് തിരിഞ്ഞു നിന്നെന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല. ശരിക്കും ചേച്ചിയുടെ ഫെയിം കണ്ടിട്ട് തന്നെ ആയിരിക്കോ ഒന്നും അറിഞ്ഞത്? അത് പറഞ്ഞപ്പോഴായി ഇതിന്റെ അടിയിൽ ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചത്. നിമിഷേനെയും ഹനാനെയും പേടിച്ചിട്ടാണോ രേണുസുതി ഒന്നും പറയാത്തത്? എന്ത് പറയാത്തത്? ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ആരെയും പേടിയില്ല. ഇനി ഈ അബോർഷൻ വരെ പറഞ്ഞു അല്ലേ, പോട്ടെ. ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാനാണുള്ളത് എന്നെ പറ്റി? ഇതിൽ കൂടുതൽ ഇനി എന്താ ഉള്ളത്? എന്റെ മോനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ കള്ളത്തരം പറഞ്ഞ ആൾക്കാർ. ഇനി എന്താണ് പറയാനുള്ളത്? കൂടി വന്ന് എന്ത് പറയാനുള്ളതാണ്? ഒന്നും പറയാനില്ല. അതുകൊണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഷഫീന ബീവിക്കെതിരെ ഞാൻ തിരിഞ്ഞു അല്ലേ? അവരെന്റെ ആരുമല്ലായിരുന്നു. അവരെ എനിക്ക് മുൻപരിചയമില്ല, അവരെ എനിക്ക് അറിയത്തില്ല. അതുപോലെ അതുല് അയാൾ കടന്ന് നെഗറ്റീവ് അടിക്കുന്നു, അയാളെ എനിക്കറിയാമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ അവരെ തിരിച്ചു പറയും. ഇവർ രണ്ടും എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തികളാണ്. എനിക്ക് മനസ്സെന്ന്, ഇവർക്ക് അത് ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും എനിക്ക് മനസ്സെന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഒരു മനസാക്ഷി ഉണ്ട് അതിനകത്ത്. നമ്മളെ സ്നേഹിച്ചവരെ തിരിഞ്ഞു നിന്ന് കുത്തുന്ന സ്വഭാവം എനിക്കില്ല, രേണുസുതിക്കില്ല. അല്ലാതെ പേടിച്ചിട്ടല്ല. ഇനി ഇതിൽ കൂടുതൽ ആകാശം വെടിഞ്ഞിട്ട് തല വീണാലും എനിക്കൊരു പേടിയില്ല. മരിച്ചാ മരിച്ചു, അത്രേ ഉള്ളൂ. ഇപ്പോ ഈ നിമിഷമായിട്ട് പേഴ്സണൽ ആയിട്ട് ഒരു പ്രശ്നം ഇല്ലായിരുന്നു? എനിക്കൊരു പ്രശ്നമില്ല. അപ്പം ചേച്ചി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ട് എന്തിനായിരിക്കും ഇവരിപ്പോ ഇത്രയും നാൾ കൂടെ നിന്ന ആള് അങ്ങോട്ട് തിരിഞ്ഞത് എന്ന്? എനിക്ക് അറിയത്തില്ലടാ. ഒരു പ്രാവശ്യം ആദ്യത്തെ ഒരു വീഡിയോ ഇറങ്ങുമ്പോൾ ഞാൻ ഇവരെ വിളിച്ചായിരുന്നു. എടാ എന്താടാ? അപ്പൊ പറഞ്ഞു, ഇല്ലടാ ഞാൻ അങ്ങനെ അല്ലടാ പറഞ്ഞത്, ഇങ്ങനെടാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ വിളിച്ചിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. പിന്നെ വീഡിയോസ് വരാൻ തുടങ്ങി. എനിക്കറിയില്ല എന്താണ്. എന്തോ ആവട്ടെ, അത് അവരുടെ സന്തോഷമാണ്, അവരത് ചെയ്യട്ടെ. എനിക്കതിനകത്ത് ഒരു പ്രശ്നമില്ല, പരിഭവമില്ല. അപ്പോൾ